പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ തൊടുപുഴ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു. എൻ്റെ പേര് കുമാരി വാസുദേവൻ. ഞാനൊരു അക്രൈസ്തവയാണ്. ഇതെൻ്റെ മകൾ അമൃത. പിന്നെ കൃപാസനത്തെ പറ്റി ഞാൻ കേട്ടത് എൻ്റെ മകളിലൂടെയാണ്. എൻ്റെ മകളാണ് ആദ്യം ഉടമ്പടി എടുത്തിരുന്നത്. എനിക്ക് ഒരു വീടില്ലായിരുന്നു. ആ വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഉടമ്പടി ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ പരിശുദ്ധ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്ന അമ്മയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. ഞാനും ഉടമ്പടി എടുക്കാൻ ഇടയായി. ഞാൻ ഈ ആൾത്താര അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും നിൽക്കുന്നത്, അതുപോലെ ജോസഫ് അച്ഛൻ ഈ ആൾത്താരയിൽ ബൈബിളുമായിട്ട് നിൽക്കുന്ന സ്വപ്നം കണ്ടു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗത്തിലൂടെ പരിശുദ്ധ അമ്മ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു ഭവനം തന്നെ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി, വീട് വെക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ നോക്കി അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും ശരിയായില്ല. ഒത്തിരി തടസ്സങ്ങളായിരുന്നു എല്ലാത്തിനും. അത് കഴിഞ്ഞ് ഒരു മകനെ തന്നെ ഒരാളിലൂടെ ഒരാളെ തന്നെയാണ് പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്ന ഒരു വീട് കാണുവാനും അത് വാങ്ങിക്കുവാനും വേണ്ടിയിട്ടൊരു ആളെ തന്നെയാണ് പരിശുദ്ധ അമ്മ എനിക്ക് അമ്മയുടെ ഇടപെടലിലൂടെ തന്നത്. അങ്ങനെ ഒരു വീട് കാണുവാനിടയായി. ആ വീടും സ്ഥലവും ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ തറവാട്ട് വീട്ടിലാണ്. ആ വീട്ടിൽ അവർ 7 മക്കളാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. വീട് ഭാഗോടമ്പടി ചെയ്യേണ്ട ഒരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഒരു സമയത്താണ് ഞങ്ങൾ അമ്മയെ വിളിച്ച് അപേക്ഷിച്ച് 27 വർഷമായി ഞാൻ വീടിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. വെള്ളം കയറുമ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാരിക്കെട്ടി വേറെ സ്ഥലങ്ങളിലേക്കൂടെ പോയി കഴിയണം. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വീടിന് വേണ്ടി അപേക്ഷിക്കുകയും പരിശുദ്ധ അമ്മ ഒരാളെ തന്നെ തന്ന് ഞങ്ങൾക്കൊരു സ്ഥലവും വീടും കാണിച്ചു തരികയും ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ മകൾ UK പോകുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു. ആ മകളുടെ സാക്ഷ്യം അമൃത പറയും. എൻ്റെ പേര് അമൃത. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈശോനെയും മാതാവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി വളർത്തിയതിന് അമ്മയോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം ഈശോപ്പയോടും. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഓൾറെഡി ഞാൻ 2 വട്ടം OET എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു നഴ്സിംഗ് പാസ്സായ വ്യക്തിയാണ്. ആ സമയം ഞാൻ 2 വട്ടം OET ഫെയിലാവുകയും മാനസികമായി നല്ലപോലെ തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു OETക്ക് നല്ലൊരു പൈസയാകും എക്സാം എഴുതുന്നതിന്. സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്കം നിന്ന വ്യക്തികളാണ്. എൻ്റെ അച്ഛൻ 2019 മരിച്ചുപോയ വ്യക്തിയാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ അമ്മ മാത്രമായിരുന്നു അന്നൊരു വരുമാനമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു ചെറിയ ജോലിയാണ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒത്തിരി വട്ടം എക്സാം എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമായിരുന്നു. അങ്ങനെ പക്ഷേ നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് കയറി. കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്ക് കയറി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അവർക്കെല്ലാവർക്കും OET കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചായിരുന്നു. എക്സാം ഒന്നുകൂടെ എഴുത്, നിനക്ക് പോവണ്ടേ പുറത്തേക്ക്, രക്ഷപ്പെടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പാസ്സായി നിന്ന സമയമാണ്. അവൾ പറഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കാശില്ലാതിരുന്നിരുന്ന സമയത്ത് ഞാൻ ചുരുക്കി പിടിച്ചിരുന്ന എൻ്റെ സാലറിയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ അമ്മ കുടുംബശ്രീയിൽ നിന്നും മറ്റും എടുത്ത ലോണിനും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ഒരു ഉറപ്പുമില്ലാതെയാണ് ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് ഞാൻ എക്സാം എഴുതിയത്. കാരണം ഞാൻ പ്രിപ്പറേഷൻ കഴിഞ്ഞിരുന്ന സമയത്ത് 2 വട്ടം ഞാൻ തോറ്റു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ 3ാമത് എക്സാം എഴുതാൻ വേണ്ടി വരുന്നത്. അതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഈ ജോലിയുടെ തിരക്കുകൊണ്ട് തന്നെയും എനിക്ക് പഠിക്കാനുള്ള ഇതൊക്കെ അങ്ങ് പോയായിരുന്നു. കാരണം ഓൾറെഡി ഫെയിലായി, മാനസികമായി നമ്മൾ തളർന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും, ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി, എനിക്ക് സമയമില്ല പഠിക്കാൻ, നീ കൂടെ വന്നേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. എക്സാമിന് പോയപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ഒരു മൊഡ്യൂളാണ് OETയിലെ. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ അപ്പോൾ ഞാൻ എന്ന് പ്രാർത്ഥിച്ചത് ഇത്ര മാത്രമാണ്,
ദൈവമേ നാണം കെടുത്താനുള്ളൊരിട വരുത്തരുത്. ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് എന്തൊരു മണ്ടിയാന്നുള്ള രീതിയിൽ എന്നെ കാണാനുള്ളൊരിട വരുത്താതെ എന്നെ അത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട് വെക്കുന്ന ഒരു വ്യക്തിനെ എനിക്ക് എക്സാമിനറായിട്ട് കിട്ടണം എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. കൃപാസനത്തിൽ എൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഞാൻ കൊണ്ടുപോയായിരുന്നു. ഞാൻ പരീക്ഷ എഴുതുന്നിടത്തൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. അതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് ടെൻഷൻ കൊണ്ടാവാം ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എക്സാമൊന്നും വായിക്കാൻ പറ്റുന്നില്ല, റീഡിങ്ങിന് ഒന്നും ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഓരോ ഓപ്ഷനായിട്ട് എൻ്റെ മനസ്സിൽ വരും, അത് ടിക്ക് ചെയ്തോ ഇത് ടിക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ ആ മൊഡ്യൂളിൽ ഞാൻ പാസ്സായി. അതുപോലെ തന്നെ സ്പീക്കിങ്ങിന് പോയപ്പം വളരെ നല്ലൊരു മാഡമായിരുന്നു എനിക്ക് കിട്ടിയത്. എന്നെ അത്രയ്ക്കും കോൺഫിഡൻസ് ആയിട്ട് എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കി വെച്ചൊരു മാഡമായിരുന്നു എനിക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. എനിക്ക് ടൈം തീരാന്നിട്ട് തന്നെ മാഡം വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഒക്കെ പറഞ്ഞു തന്ന് എന്നെ അത്രയും സമാധാനപരമായി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, തോറ്റാലും കുഴപ്പമില്ല, നാണം കെടാതെ ഇറങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഒന്നും പഠിക്കാതെ പോയ ആര് പാസ്സാക്കാനെന്നുള്ള രീതിയിൽ ഞാൻ നിന്നിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്നെ പാസ്സാക്കി. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ചിലവുണ്ട്. നമ്മൾ UK ആണ്, എനിക്ക് UK സ്കോർ ആയിരുന്നു. UK പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവുണ്ട്. സാധനങ്ങൾ മേടിക്കണം, വിസ പ്രോസസ്സിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് അധികം വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ പോയാലും എനിക്കൊരാളെ ദൈവം അവിടെ കണ്ടുവച്ചിട്ടുണ്ടാവും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആ സമയത്ത് അത്രയും കാശിൻ്റെ ആവശ്യം വന്നപ്പം എൻ്റെ ഫ്രണ്ട് കോട്ടയത്താണ്, അവളുടെ പപ്പ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ചു, അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ കുറേ കാശിൻ്റെ ആവശ്യമില്ലേ, എന്നാ ചെയ്യുന്നേ, കാശില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ലോൺ എടുക്കാം, പിന്നെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വിൽക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു അമ്മ. പക്ഷേ അവളുടെ പപ്പ പറഞ്ഞു വേണ്ട, അങ്ങനെ ചെയ്യരുത്, ഇനി ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, എങ്ങനെ അവരെ പഠിപ്പിക്കും, അതുകൊണ്ട് ഒന്നും അങ്ങനെ ലോണൊന്നും എടുത്ത് നശിപ്പിക്കരുത്, പപ്പ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്നല്ല, അദ്ദേഹം ഇങ്ങനെ പാവപ്പെട്ട പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് പേര് പറയാൻ താല്പര്യമില്ല, പക്ഷെ പൈസ തന്ന് സഹായിക്കും, പലിശയൊന്നും കൊടുക്കാതെ, ജോലി കിട്ടിക്കഴിഞ്ഞ് കാശൊക്കെ ആയി കഴിയുമ്പം അടച്ചു തീർത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം എനിക്ക് 2 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. പിന്നെ അമ്മ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അമ്മ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ UK പോയി. UK പോകാനുള്ള സാധനങ്ങൾ മേടിക്കാനും മറ്റും ഞങ്ങൾക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു, അറിയത്തുമില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കോട്ടയത്തായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവരുടെ മോളെപ്പോലെ തന്നെ എന്നെ കൊണ്ടുപോയി ഓരോ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അത് പാക്ക് ചെയ്ത് എനിക്ക് വീട്ടിൽ കൊണ്ടു തന്നു. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പെട്ടിയായിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ. അത്ര എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മാത്രമാണ് അങ്ങനെ ഒരു വ്യക്തിനെ എനിക്ക് തന്ന്. എൻ്റെ അച്ഛൻ മരിച്ചു പോയെങ്കിൽ ആ സ്ഥാനത്ത് നിന്നെല്ലാം പപ്പ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 ലക്ഷം രൂപ എന്ന് സഹായിച്ച അദ്ദേഹം ഇപ്പോഴും എനിക്കറിയില്ല ആരാന്ന്. പക്ഷേ ജോലി കിട്ടി, ഞാൻ UK പോയി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മുന്നേ തന്നെ ഞാൻ ആ പൈസ കൊടുത്ത് തീർത്തായിരുന്നു. അത് ഞാൻ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനായിട്ട് അമ്മ വീടിൻ്റെ കാര്യം പറഞ്ഞത്, ഞങ്ങൾ 27 വർഷമായിട്ട് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും ഭാഗം കൊടുക്കേണ്ട ഒരു വീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വപ്നം പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്കൊരു ജോലിയുണ്ട്, അമ്മയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്. പക്ഷേ ഒരു വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ചിലവാകും നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ വീടിന് ജോലിയുടെ ആ ബലത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ നോക്കിക്കോ, വീട് നോക്കിക്കോ, സ്ഥലം നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയും എൻ്റെ അനിയത്തിമാരുമാണ്, അവർ വീടൊക്കെ നോക്കി തുടങ്ങി, സ്ഥലമൊക്കെ നോക്കി തുടങ്ങി. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, മൊത്തം തടസ്സങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. അദ്ദേഹം വന്നതിന് ശേഷം ആ ആൾ തന്നെ നമുക്കൊരു വീട് കണ്ടുപിടിച്ച് തന്നു, വീടും സ്ഥലമൊക്കെ ആയിട്ട്. ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു മുറിയുള്ള ഒരു അടുക്കളയുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോൾ പുഴയിൽ എപ്പോഴും വെള്ളം കയറുന്ന, മഴക്കാലത്ത് ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ വെള്ളം കയറും. സാധനങ്ങളൊക്കെ പെറുക്കി വേറെ ആൾക്കാരുടെ വീട്ടിൽ പോവുക, അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകേണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ ഈ വ്യക്തി വന്നതിന് ശേഷം ആ ആൾ ആ വീടൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്ത് എനിക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓടാനും സാധനങ്ങൾ മേടിക്കാനും വീടിൻ്റെ ആധാരം പരിപാടി അങ്ങനെ എല്ലാത്തിനും ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതും മാതാവ് അയച്ച വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും മാതാവ് ഒരാളെ കരുതി വെച്ചിട്ടുണ്ടാകും ഇവിടെ പോകുന്ന എല്ലായിടത്തും.
അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണ്. കാരണം ആ വ്യക്തി അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ലൈഫിലോട്ട് വരേണ്ട വ്യക്തിയല്ല. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു വീട് ശരിയായി. അത്യാവശ്യം നല്ല ഒരു മുറിയിൽ നിന്ന് 4 മുറിയുള്ളൊരു വീടാണ് നമുക്കിപ്പോൾ ഉള്ളത്. 60 ലക്ഷം രൂപയുള്ളൊരു വീടാണ്. ലോണൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അടച്ചു തീർക്കാനുള്ള കരുത്ത് എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആ വീടിൻ്റെ പാലുകാച്ചാണ് ജൂൺ 4-ാം തീയതി വരുന്ന ജൂൺ 4-ാം തീയതി. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യവും അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വപ്നമാണത്. അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളിലും അപ്പുറം ഭംഗിയായിട്ടുള്ളൊരു ഭവനാണത്. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമൊക്കെ കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു സ്റ്റാറ്റസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന പോലെ തന്നെ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ ഇത്ര ചെറുപ്പമായിട്ട് എങ്ങനെയാണ് കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു മടിയായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഈശോയെ ഞാൻ എങ്ങനെ കൊടുക്കും, എനിക്ക് മടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ. പക്ഷേ ഞാൻ ഇവിടെ ഹോസ്പിറ്റലുകളിലാണ് കൊണ്ടേ കൊടുക്കുക. അവിടെ കൊണ്ടേ കൊടുക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, പത്രം തരാമോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ എന്നൊക്കെ. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അറിയാവുന്നത് വെച്ച് ഈ പറയുന്ന പോലെ സ്വർഗ്ഗസ്ഥനായ പിതാവെയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് തൈലമൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എക്സാമിന് പോയപ്പോൾ ഞാൻ എൻ്റെ കാശ് രൂപ ഇതൊക്കെ ആയിട്ടാണ് പോയത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനവിടെ ഒരു വൃദ്ധസദനത്തിൽ പോകുന്നുണ്ടായിരുന്നു. കുറേ അമ്മമാരുള്ളൊരു വൃദ്ധസദനമാണ്. അവരെ കുളിപ്പിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ നഖം വെട്ടി കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ അവിടെ ഒരു ഓർഫണേജ് ഉണ്ട് കുഞ്ഞുമക്കളുള്ള. അവർക്ക് കുറേ ചെരുപ്പ് ഒക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇവിടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു അംശം, ഒരു തയ്ത്ത് ഞാൻ കൊടുക്കാറുണ്ട് പാവപ്പെട്ടവർക്ക്. പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജപമാലയൊന്നും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു കൊന്തെങ്കിലും ഞങ്ങൾ എത്തിക്കും. പിന്നെ ബൈബിള് വായിക്കും. അരമണിക്കൂർ വീതം ബൈബിള് വായിക്കാറുണ്ട്. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ചൊല്ലാറുണ്ട്. പിന്നെ ഞാൻ UK-യിലായതുകൊണ്ട് തന്നെ ഇനി അവിടെ പള്ളിയിലൊക്കെ പോകും. എനിക്കിഷ്ടമാണ്. എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളവിടെ അവിടെ നമുക്ക് ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റും. നോൺ ക്രിസ്ത്യൻസിനായാലും ആർക്കായാലും ബ്ലെസ്സിങ്സ് അച്ഛന്മാർ നമുക്ക് ബ്ലെസ് ചെയ്യും. അപ്പം ഞാൻ അതിന് പോകാറുണ്ട്. എനിക്ക് ജോലിയില്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അതൊരു സന്തോഷമാണ് എപ്പോഴും ഈശോയിലായിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര മാജിക്കലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോ വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ദൈവമായിട്ട് നമുക്ക് തരുന്നത് മാത്രമല്ല, അല്ലാതെ ഞങ്ങൾക്ക് അത്ര വലിയ ബന്ധങ്ങളോ പരിചയങ്ങളോ 2 ലക്ഷം രൂപ കടം തരാനുള്ള ആളുകളോ വ്യക്തികളോ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. നമുക്ക് പേഴ്സണലി അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരും നമുക്കില്ലായിരുന്നു. പക്ഷേ എവിടുന്നെങ്കിലും മാതാവായിട്ട് അവരെ കൊണ്ടുതരും. മാതാവിൻ്റെ രൂപത്തിൽ മാതാവ് തന്നെയാണ് ആ വരുന്നതെന്ന് നമുക്കറിയാം. പിന്നെ അമ്മയ്ക്ക് സുഗന്ധാഭിഷേകവും സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അമ്മ പറയും. ആൾത്താരയിൽ വന്ന് വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി സങ്കടപ്പെട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. 2 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും, കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കും. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചോറ് വെച്ചുകൊണ്ട് രോഗികൾക്ക് കൊടുക്കും. പിന്നെ അവരുടെ വിഷമങ്ങളെല്ലാം കേൾക്കും, ഇരുന്ന് സംസാരിക്കും അവരോട്. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും. പിന്നെ ഡ്രസ്സ്, ഞാൻ ഉരുൾപൊട്ടലുണ്ടായ സമയം, പ്രളയം ഉണ്ടായ സമയം ഞാൻ 10 പേർക്ക് ഞാൻ വസ്ത്രം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേർ നോക്കുന്ന സ്ഥലത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും ഡ്രസ്സും വേറെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ ഈ ആൾത്താര ഇതുപോലെ ഞാൻ സ്വപ്നം കണ്ടു. അതാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു കാരണം തന്നെ. ഈ ആൾത്താരയിലേക്ക് വരാനുണ്ടായ കാരണം ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതും ബൈബിള് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തൊരു അസുഖം വന്നാലും ഞാൻ ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ രോഗങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മകൾക്ക് പീരീഡ്സ് ആകാതെ 9 മാസത്തോളം പീരീഡ്സ് ആയ ഒരു കുട്ടിയാണ്. എന്നിട്ട് 9 മാസം
മാസം പീരീഡ്സ് ആകാതെ നിന്ന് 2 വട്ടം ഞാൻ മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ആകും. അത് കഴിയുമ്പം അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും ആകാതെ 9 മാസം അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എൻ്റെ മൂത്ത കുട്ടി അമൃത പറഞ്ഞു, മരുന്ന് മേടിക്കാൻ അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിൻ്റെ തൈലം ഞാൻ അവളുടെ എന്നും വയറിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ ഞാൻ ഒരു ദിവസം ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മാതാവേ 5 ദിവസത്തിനുള്ളിൽ ഇവളെ പീരീഡ്സ് ആക്കി തരണം, അല്ലെങ്കിൽ ഇനിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ എന്നെ വഴക്ക് പറയും എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും 3 ദിവസമായപ്പോഴത്തേനും അവൾ പീരീഡ്സ് ആയി. ഇപ്പോൾ റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ കുട്ടിക്ക് പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഭയങ്കര വയറുവേദനയാണ്, മേല് വിറയ്ക്കും, നടുവേദന ഒക്കെ, ഛർദ്ദിക്കാൻ വരും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉപ്പ് വായിൽ തൊട്ട് കൊടുത്ത് തൈലവും തേച്ച് തേനും കൊടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയറുവേദന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വലിയ ശക്തമായ വയറുവേദനയൊന്നുമില്ല, ഉണ്ട് എങ്കിലും അത്ര വലിയ ശക്തമായ വയറുവേദനയൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാം അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും ധ്യാനം കൂടാറുണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ ജോലിയും പണിയെല്ലാം കഴിഞ്ഞ് വേറെ ധ്യാനം കൂടാൻ പോയപ്പോഴത്തെ എൻ്റെ വലത് കൈപ്പലയ്ക്കുള്ളിൽ ഭയങ്കര ശക്തമായ വേദന. അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, കഴുത്തിന് താഴെ വലത് കൈപ്പുറത്ത് ആന ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാരം അനുഭവിക്കുന്ന ഒരു രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ആരോ പറയുകയാണ്, നിൻ്റെ കൈ ഒന്ന് നിവർത്ത്. എനിക്ക് കൈ നിവർത്താൻ പോലും വയ്യാത്തൊരു വേദനയായിരുന്നു. അപ്പോൾ എന്നോട് പറയാം, നിൻ്റെ കൈ വലിച്ച് നിവർത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കൈ വലിച്ച് നിർത്തിയപ്പോൾ ശരിയാണ്, എൻ്റെ വേദന അന്നേ മാറിയിരുന്നു. പിന്നെ ആ വേദന എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം എൻ്റെ വലത് കാലിൽ മൊത്തം ചൂടുവെള്ളം തിളച്ച വെള്ളമായിരുന്നു. അപ്പോൾ അവിടെ വേറെ ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല എൻ്റെ കാലിൽ പുരട്ടുവാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയി കുറേ നേരം വെച്ചു. പക്ഷേ ഭയങ്കര പുകച്ചിലും വേദനയായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, മാതാവിൻ്റെ തൈലം ഇരിപ്പില്ലേ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം മാതാവിൻ്റെ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ കാലിൽ പുരട്ടിക്കൊണ്ടിരുന്നു. 2 വട്ടം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴും ഞാൻ ഓർത്ത് കുമളയ്ക്കുമായിരിക്കും. കുമളച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് വരാൻ പറ്റത്തില്ല, നടന്നാണ് ഞാൻ വരുന്നത്. 10 മിനിറ്റ് നടക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഞാൻ നടന്നാണ്. അപ്പോൾ ഞാൻ ചെരുപ്പിടാതെയൊക്കെ എങ്ങനെയാണ് റോഡിൽ വരുന്നത്, മാതാവേ എനിക്ക് എൻ്റെ കാല് പൊള്ളിക്കരുതേ, കുമളയ്ക്കരുതേ എന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വൈകുന്നേരമായി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മോളെ കാല് പൊള്ളിയിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഇല്ല, ശകലം പോലും പൊള്ളിയില്ല. പിറ്റേ ദിവസം ഞാൻ ഓർത്ത് തൊലി പൊങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ശകലം പോലും എൻ്റെ തൊലിക്ക് ഒരു കോട്ടം തട്ടാതെ മാതാവ് എന്നെ സംരക്ഷിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ ഈശോയുടെയും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മക്കൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചാണ് ഞാൻ വിടുന്നത്. ഉപ്പും തേച്ച് കൊടുത്തു വിടും, മാതാവിൻ്റെ കാശുരൂപം കൊടുത്തു വിടും. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ പോലും മക്കൾ പറയും, അമ്മച്ചി ഉടമ്പടി തൈലം തേക്കെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എല്ലാം അവരെ ജയിപ്പിച്ചു തന്നു. ഇപ്പോൾ 4th ഇയറിൽ എൻ്റെ കൊച്ച് 3ാം വർഷ പരീക്ഷ കഴിഞ്ഞ് ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കോഴ്സ് അമ്മയുടെ ഇഷ്ടപ്രകാരം നല്ലൊരു കോഴ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഇത്രയേറെ അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയുടെ മകളായി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം അറിയാത്ത രീതിയിലാണ് ഈശോ നമ്മുടെ മുൻപിൽ പോകുന്നത്. ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും പെട്ടെന്ന് തന്നെ 2 ലക്ഷം രൂപ റെഡിയാക്കി കൊടുക്കുകയും തന്നെയുമല്ല, ഈ കൂട്ടുകാരുടെ കുടുംബം തന്നെയാണ് എല്ലാവിധ സഹായങ്ങളും നൽകി എല്ലാം റെഡിയാക്കി ഈ മകളെ UK പറഞ്ഞയച്ചത്. ഇവിടെ നാം കാണുന്നത് ഈശോയുടെ മമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നീ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരുമെന്ന് പറഞ്ഞത് ജോഷുവ പ്രവാചകൻ്റെ വചനം എത്രയോ വ്യക്തമാണ്. ഈ മകളുടെ ജീവിതത്തിൽ ഒരിക്കലും പോകാത്ത വഴിയാണ് ഉടമ്പടി വഴി. ഒരിക്കലും സഞ്ചരിക്കാത്ത ആത്മീയ യാത്രയാണ് ഉടമ്പടി യാത്ര. കാരണം ഇത്രയും വർഷക്കാലം നാം ഒരുപക്ഷെ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ചൊല്ലുക മാത്രമല്ല, ചെയ്യുന്ന പ്രാർത്ഥനയും കൂടിയാണ്. ആ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ആ പോയിട്ടില്ലാത്ത വഴിയിലൂടെ പോകേണ്ട വഴി കാണിച്ചു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അങ്ങനെയാണ് ഈ മകളുടെ കാര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മ ഈശോ ഇടപെട്ട് ഈ മകൾക്ക് എല്ലാ സഹായവും നൽകി UK പറഞ്ഞു വിടുകയാണ്. അങ്ങനെ UK പോയി ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തപ്പോഴാണ് പിന്നീടുള്ള ആഗ്രഹം, ഭവനം എന്ന ആഗ്രഹം. ഈ മകൾ തന്നെ ഇനി ഭവനത്തിന് വേണ്ടി, ഈ അമ്മയും മക്കളും ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു. പല സ്ഥലങ്ങളിലും പോയി കണ്ടു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അവിടെയും വേറൊരു വ്യക്തി ഇടപെടുകയാണ്. ആ വ്യക്തിയിലൂടെ ഒരു ഭവനം കണ്ടുപിടിക്കാൻ സാധിക്കുകയും
ഈ മകൾ UK നിന്ന് എല്ലാവിധ സഹായങ്ങളും കൊടുക്കുകയും ഏറ്റവും അവസാനം ആ വ്യക്തിയിൽ കൂടെ തന്നെയാണ് നല്ലൊരു വീട്, അവരൊരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു വീടാണ് അമ്മ ഈശോയും കാണിച്ചു കൊടുത്തത്. 50-60 ലക്ഷം രൂപയുടെ ഒരു വീട്. ഒരു ചെറിയ റൂമിൽ താമസിച്ചിരുന്ന ഈ മക്കൾ ഒരു വലിയ വീടിലേക്ക് ഒരു മാറ്റം, അത് ഈശോയുടെ മമ്മയുടെ ഒരു വലിയ കരുണയാണ്, കൃപയാണ്. അങ്ങനെ ഈ മക്കൾ ആ ഭവനം എന്ന സ്വപ്നവും ഈശോയും അമ്മയും സാക്ഷാത്കരിച്ച് കൊടുക്കുകയാണ്. അവിടെയും ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ മമ്മയുടെ ഒരു ഇടപെടലുണ്ട്. എല്ലാം മുൻകൂട്ടി കാണുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ. എന്തു തന്നെ ആയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കാരണം നാം അറിയാത്ത വഴികളിൽ സഞ്ചരിക്കുമ്പോഴും പേടിക്കേണ്ട. കാരണം നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമുണ്ട്. കൃപാസനം ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. തന്നെയുമല്ല, ഈ മകൾക്ക് സുഗന്ധാഭിഷേകത്തിലൂടെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും പിന്നീടാണ് ആദ്യമായിട്ട് കുമാരി വാസുദേവൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണ് സ്വപ്നം കണ്ടത്. ജോസഫ് അച്ഛനെയും ഈ കൃപാസനവും എല്ലാം സ്വപ്നം കണ്ടിരുന്നു. പക്ഷെങ്കിൽ ഇത് കൃപാസനമാണെന്ന് അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതായിരുന്നു ആ സ്വപ്നത്തിൽ കണ്ട കൃപാസനം എന്ന് മനസ്സിലായത്. ആ സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഈ മകൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനും ഉടമ്പടി എടുക്കുവാനുമുള്ള ഒരു ഉൾപ്രേരണ മനസ്സിൽ ലഭിച്ചത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയും അമ്മയും ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. പുറപ്പാട് പുസ്തകം 33:14 പറയുന്നത്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും ആശ്വാസം നൽകുന്ന ഒരമ്മയുടെ കരുണയും വാത്സല്യവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതാണ് കുമാരി വാസുദേവനും മകൾ അമൃതയും നമ്മളോട് ഷെയർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ പോയിട്ടില്ലാത്ത വഴിയിലൂടെ ആവാം നാം യാത്ര ചെയ്യുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ ഈശോയും അമ്മയുമുണ്ട് നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ. മനുഷ്യരാശി ഇതിനു മുൻപ് പോകാത്ത, ഒരിക്കലും കാണാത്ത വഴിയിലൂടെയാണ് പോകുന്നത്. അറിയാത്ത കാണാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. കുമാരി വാസുദേവനും അമൃതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചുമായ ഇടപെടലുകൾ, ഈശോയുടെ അമ്മയുടെയും ഇടപെടലുകളാണ് കൂടുതൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെ മല ഈ മകൾ പറഞ്ഞത്, കുർബാനയ്ക്ക് പോകുന്നത് പലപ്പോഴും നാം കേൾക്കാറുണ്ട് UK കുർബാനയില്ല എന്ന്. പക്ഷെങ്കിൽ ഈ മകൾ പറയുന്നത്, ഞാൻ പള്ളി കണ്ടുപിടിച്ച് UK കുർബാനയ്ക്ക് പോവും. കുർബാന സ്വീകരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അക്രൈസ്തവ മകളാണ്. പക്ഷെങ്കിൽ കുർബാന സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടും, വചനം ശ്രവിച്ച് ഞാൻ കുർബാനയ്ക്ക് പോകുമെന്നാണ്. ഇവിടെയാണ് ഇവർക്ക് കിട്ടുന്ന കൃപ. ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിച്ച് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. കന്നി പ്രവർത്തികളായിട്ട് കുളിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുവാനും ഒക്കെയുള്ള ആ തീഷ്ണത, ഈശോയെ അറിയിക്കുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശുശ്രൂഷയ്ക്കുള്ള ആ വചന പ്രഘോഷണത്തിനുള്ള ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ആ തീഷ്ണത ഇവരിലുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാവാം ഒരുപക്ഷെ ഈശോയും അമ്മയും ഇവരെ കനിഞ്ഞ് അനുഗ്രഹിച്ചത്. ഒരു മെറിറ്റുമില്ലാത്ത ഇവരെ ദൈവത്തിൻ്റെ കൃപയിലൂടെ ഇത്രയും ഉയർത്തിയ ദൈവത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.